ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മാഷാല്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ഒരു നല്ല കട്ടിയുള്ള പാനടപ്പത്ത് വെക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും 2 ഇടത്തരം ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതായത് നമ്മുടെ ക്യാരറ്റിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, അത്രയും മതിയാവും കേട്ടോ. ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമുക്കത് പാത്രത്തിനകത്തേക്ക് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതേ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 1 കവർ പാലും നമുക്ക് ആ സെയിം പാനിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൽ ഒരുപാടൊന്നും വേണ്ട, നമ്മളൊരു ഇത്തിരി വെള്ളം, ഒരു എന്താ പറയുക, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാലൊന്ന് ചൂടായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ എന്ത് മധുരമുള്ളത് തയ്യാറാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നാലേ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് ഇട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇതിന് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മുടെ ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റില്ലേ, ഗ്രേറ്റ് ചെയ്ത് വഴറ്റി വെച്ചിരുന്ന ക്യാരറ്റ് കൂടി ഈ പാലിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ പാലൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ പാലും ക്യാരറ്റും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1 സ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു ഏലക്ക കുത്തിയിട്ടാലും മതി. ഇപ്പം നമ്മൾ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൈന ഗ്രാസ് ആണ്. അതൊന്ന് ജസ്റ്റ് കീറിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കിത് രണ്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരു പകുതി ക്യാരറ്റിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാകും. ഇതൊരു നുള്ളു കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി എനിക്കൊരു കൂട്ടത്തിന് വേണം, അതിനുവേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ നമ്മുടെ ക്യാരറ്റും പാലും നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ കേക്കിൻ്റെ മോൾഡിൻ ടിന്നിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് നിങ്ങളുടെ കയ്യിൽ ഭംഗിയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ, ഡിസൈനൊക്കെ ഉള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സാധാ പ്ലേറ്റിൽ ഒഴിച്ചു വെച്ചാലും മതി. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടുക്കാച്ചിയായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൈന ഗ്രാസിൻ്റെ ബാക്കി വന്ന മിക്സ് കൊണ്ടിട്ട് ഞാൻ കുറച്ച് റവ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഇനി വരുന്ന എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിംഗ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്യാരറ്റ് വീട്ടിലുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിലുപരി അത്രക്കും ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.